ഒരു അരയോടമ്പ് സാമ്പാറും 3 കൂട്ടം തൊലിഞ്ഞ് കറിയും, അതിന് ഇത്രയും തുക വേണോ? അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. കുട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് വല്ലപ്പോഴും ഇത്തിരി ചിക്കൻ ഇല്ലാതെ പറ്റില്ല. അൽശേഷൻ ഇറച്ചി വാങ്ങുന്ന കാര്യം പരിഗണനയിലുണ്ട്, കൂട്ടത്തിൽ മാഷ കാര്യം പരിഗണിക്കാം. കുറച്ച് പണം വേണ്ടി വരും. വെളിച്ചെണ്ണ മില്ലിലെ മെഷീൻ കേടായിരിക്കുക. ടെക്നീഷ്യന്മാര് കോഴിക്കോട് എത്തും, ഏർപ്പാടാക്കിണ്ട്. മെഷീൻ കേടായതാണോ കേടാക്കിയതാണോ? എന്തായാലും അതിന്റെ പേരിലും കുറെ വെട്ടി വീഴാമല്ലോ. ഹലോ, ആ രജിസ്റ്റർ ഇങ്ങോട്ട് വെച്ചേട്ടെ. ഞാനും ഒന്ന് നോക്കട്ടെ, ഇവിടെ എത്ര പടം വരവുണ്ട്, ഏതെല്ലാം മാർഗത്തിലൂടെ വരുന്നു, എത്ര ചോർച്ചയുണ്ട്, ഒക്കെ എനിക്കൊന്നും അറിയണല്ലോ. ഒക്കെ അറിയേണ്ടവരറിഞ്ഞാ മതി. രാമനാഥ, എന്നെ കൊണ്ട് ഒരു ശല്യവും തനിക്കുണ്ടാവില്ല. പിന്നെ സത്യം പറയാലോ, ശീലിച്ചു വന്ന ചിട്ടകളിൽ നിന്നും പെട്ടെന്ന് വിട്ടുമാറാനൊരു ബുദ്ധിമുട്ട്. വല്ലപ്പോഴും ഓരോ സിഗരറ്റ്, 2 സ്മോള്, കുറച്ച് ചിക്കൻ, ഇതിനൊക്കെ പണം വേണമല്ലോ. അത് വേണം. വൗച്ചർ എഴുതി പണം കൊടുക്കാൻ വകുപ്പുണ്ടല്ലോ. 250 രൂപ രാമനാഥൻ എനിക്ക് തന്നാൽ 500 റുപ്യയുടെ വൗച്ചർ എഴുതി ഞാൻ ഒപ്പിട്ട് അങ്ങോട്ട് തരാം. എങ്ങനെയുണ്ട്? അതായത് 50-50. ഇലയ്ക്കും മുള്ളിലും കേടില്ലാതെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. പട്ടാളത്തിൽ നിന്ന് ഇങ്ങോട്ട് പോരണ്ടായിരുന്നു, നേരെ ഡൽഹിയിലോട്ട് പോയാ മതിയായിരുന്നു. രാജ്യം ഭരിക്കാൻ പറ്റിയ തലച്ചോറ്. സാറേ എഴുന്നേക്കണം, എഴുന്നേക്കണം സാറേ. പിന്നെ തോളിലിരുന്നുകൊണ്ട് ചെവിയടിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ നടക്കില്ല. നയാ പൈസ കിട്ടുമെന്ന് കരുതണ്ട. ഇത് എനിക്കും കൂടി അവകാശപ്പെട്ട മുതലാണെന്ന് കൂട്ടിക്കോ. അത് ചോർത്താൻ ഞാൻ ആരെയും അനുവദിക്കില്ല. മേലാൽ ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. സാർ പോണം. നിന്റെ അനുവാദമൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്കിവിടെ കുറെ പണിയുണ്ട്, ശല്യപ്പെടുത്തരുത് സാർ. ഞാനൊരു മര്യാദക്കാരനാ. പക്ഷേ ചിലപ്പോ എനിക്ക് രക്തത്തിളപ്പുണ്ടാവും, പിന്നെ മോക്കോ അടച്ചാ തല്ല്. അല്ല, സാറിന് തല്ലൊന്നല്ല, എന്നാലും രക്തം തിളച്ചാ തല്ലി പോവും. അതൊരു ദുശീലായിപ്പോയി. പ്രായത്തിന്റെ കുഴപ്പമാണേ. നീ എന്നെ കളിയാക്കുക? അല്ല, കാര്യമായിട്ടാക്കിയതാ. അപ്പൊ നീ ഇവിടെ ഭരിക്കാൻ തന്നെ തീരുമാനിച്ചു? മറിച്ചിടരുത്, കാലാവധി പൂർത്തിയാക്കും വരെ. പൂർത്തിയാക്കില്ലടാ, ഈ ശത്രുവാ പറയുന്നത്. നിന്നെ ഇവിടെ വാഴാൻ ഞാൻ അനുവദിക്കില്ല. പിന്നെ അന്ന് ശങ്കുമാമനെ തല്ലിയ വകയിലൊരു കടം ബാക്കിയുണ്ട്, അത് ഞാൻ സമയമാകുമ്പോ തന്നോളാം. പുതിയ വണ്ടി വന്നപ്പം പുതിയ കാര്യസ്ഥൻ ഭരണം തുടങ്ങിയിരിക്കുന്നു. നായയെ പിടിച്ച് സിംഹാസനത്തിലിരുത്തി എന്ന് പറഞ്ഞ പോലെയാ. കളക്ടറുടെ പവറല്ലേ. തറവാട്ടകങ്ങളൊക്കെ അവന്റെ അടിമകളാണെന്നാ അവന്റെ ഭാവം. അത്രയ്ക്കായോ? എങ്കിലതൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. നീ എന്റെ മുറപ്പെണ്ണാടി. തരക്കേടില്ലാത്ത ഫിഗറാ, പക്ഷേ ലേശം തലക്കനുണ്ട്. ഒരു താലി മേടിച്ച് കഴുത്തി കെട്ടിട്ട് ഞാൻ ശരിയാക്കി എടുത്തോളാം. എന്താ, പെമ്പിള്ളേരെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഒരെണ്ണത്തിനെ കണ്ടിട്ടില്ല. ഓ, മാരുതി വാങ്ങിച്ചു തന്നു, ഫസ്റ്റ് ക്ലാസ് കിട്ടിയതിന്. ഇതാ M.Com റാങ്ക് കിട്ടിയതിന് മൊട്ടു സൂചി. അതവിടെ വെച്ചേക്ക്. സൂചിയാ എവിടെയെങ്കിലും തറച്ച ചോര പൊടി. അങ്ങനെ പൊടിയണ ചോരയൊന്നുമല്ല, ഇതേ റോയൽ ബ്ലഡാ, രാജരക്തം. കുട്ടിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? കുട്ടിയോ? ആരുടെ കുട്ടി? ശരിയാ, ഒരു കുട്ടിയെ ഒക്കത്ത് വെച്ചോണ്ട് നടക്കാൻ പ്രായമുള്ള ഒരു കുട്ടിയെ കുട്ടീന്ന് വിളിച്ച് തെറ്റാ. ക്ഷമിക്കുക. ചാച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അയ്യോ, എന്തൊരു ഫലിതം. എനിക്ക് ചിരി വന്നിട്ട് കുടലും അറിയണു. പിന്നെ ഈ ചിരിക്കാനും ചിരിപ്പിക്കാനുള്ള കഴിവൊക്കെ ദൈവം തരുന്നതാ, അതിലാരും അസൂയപ്പെട്ടത് കാര്യമില്ല. അതൊക്കെ വല്യമാമയുടെ അടുത്ത് എടുത്താ മതി. പാവം വല്യമാമയെ കൈമണി അടിച്ച് കൂടിയിരിക്കല്ലേ. ചാച്ചി, എനിക്കിവിടെ വേറെ പണിയുള്ളതാ. പണിയെടുക്കണം. നന്നായി പണിയെടുത്ത 5000 മാസം അവസാനം നല്ല കൂലിയും കിട്ടും. ചേച്ചി, മനഃപൂർവ്വം ഉടക്കാൻ തന്നെയാണല്ലേ. ഇപ്പൊ ഒരാളുടെ ഊഴം കഴിഞ്ഞ് പോയുള്ളൂ. ഇനിയിപ്പോ എന്നാ ഞാൻ അതുപോലെയല്ല കേട്ടോ. എനിക്ക് കാർ സ്റ്റീരിയോ വാങ്ങിക്കാൻ 15000 രൂപ വേണം. അയ്യോ, അതിനുള്ള വകുപ്പൊന്നും ഇവിടെ ഇല്ല. മാത്രമല്ല, മുക്കാല കേൾക്കാനല്ലേ. ആ വക ബോറം പാട്ടും നമുക്ക് വേണ്ട. ചേച്ചി പോ. അത് താനാണോ നിശ്ചയിക്കുക? അല്പം കൂടി മര്യാദയ്ക്ക് സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടം. താൻ എന്നെ മര്യാദ പഠിപ്പിക്കൊന്നും വേണ്ട. മര്യാദയ്ക്ക് 15000 രൂപ ഇങ്ങെടുക്ക്. കടന്നു പോടി വരുന്നു. എന്ത് പോടിയെന്നോ? അതേടി, പോടിയെന്ന് പറഞ്ഞത് മനസ്സിലായില്ലേടി. കടന്നു പോടിയെന്ന്. അത്രയ്ക്കായോ? നിന്നെ ഞാൻ കാണിച്ചു തരാടാ. അയ്യോ ദൈവങ്ങളെ, തമാശക്ക് തുടങ്ങിയതാ. കുഴപ്പമായോ? ഈ ഉള്ളവനെ പരീക്ഷിക്കല്ലേ. എനിക്ക് ക്ഷമ തരണേ. അയ്യോ, ആരെങ്കിലും പറഞ്ഞു വെച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. താൻ ഇവിടെ പോടിയെന്ന് വിളിച്ചോ? പോടിയെന്നോ? ഞാനോ? എന്റെ ഈശ്വര, എന്റെ തല ചുറ്റുന്നായി. വിളിച്ചില്ലേ? അയ്യോ, ഇവിടത്തെ കുട്ടിയെ പോടിയെന്ന് വിളിക്കേ? അത്രയ്ക്ക് വിവരദോഷിയാണോ ഞാൻ? ചേട്ടാ, വലിയ തെറ്റല്ലേ അതൊക്കെ? കണ്ടില്ലേ, രാമനാഥൻ അങ്ങനെ വിളിക്കില്ല. കപട ബഹുമാനവും കല്ല് വെച്ച് നുണയും. വല്യമ്മയെ ഇയാള് വിശ്വസിക്കരുത്. എന്റെ വല്യമ്മയാണ് സത്യം. ഇയാളെന്നെ പോടിയെന്ന് വിളിച്ചു. എന്താ രാമനാഥ ഇത്? എന്റെ കുട്ടി കള്ളം പറയില്ല. അതാണോ? കുട്ടി ഇങ്ങോട്ട് വന്നപ്പോ ഈ രജിസ്റ്ററിൽ അപ്പടി പൊടിയാണല്ലോ എന്നാ ഞാൻ പറഞ്ഞത്. കുട്ടി അത് പൊടിയെന്നാണോ കേട്ടെ? കേട്ടില്ലേ, രാമനാഥൻ പൊടിയെന്നേ പറഞ്ഞുള്ളൂ.
അല്ല കുട്ടിക്ക് ഇഷ്ടമില്ലാച്ച പൊടി എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കണേ ഇല്ല. പകരം കാറ്റത്ത് ഇങ്ങനെ പറന്ന് കിടക്കുന്ന സാധനമൊന്നോ അല്ലെങ്കിൽ ശ്വാസകോശത്തിനകത്ത് ഇങ്ങനെ പോയിട്ട് അലർജി ഉണ്ടാക്കുന്ന സാധനമൊന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാർ കുഞ്ഞി ഡപ്പിക്കകത്ത് കൊണ്ടു കിടന്നിട്ട് ഇങ്ങനെ മൂക്കിൽ വലിച്ചു കയറ്റിട്ട് മൂക്കളെ ഇങ്ങനെ കറക്റ്റ് ഒലിപ്പിച്ചിട്ട് നടക്കുന്ന സാധനമല്ലേ. മതി മതി, തീർന്നില്ലേ നിന്റെ പിണക്കം? പിണക്ക് അതിനൊന്നുമല്ല. കാറിലേക്ക് ഒരു സ്റ്റീരിയോ വേണമെന്ന് കുട്ടിക്ക് ഒരേ നിർബന്ധം. വെറുതെ അടിപൊളി വെസ്റ്റേൺ മ്യൂസിക് കേൾക്കാനല്ലേന്ന് ഞാനൊന്ന് ചോദിച്ചു. എന്നാ അവിടെ തനിക്ക് തെറ്റി. ഗോപുവിന് ശാസ്ത്രീയ സംഗീതത്തിൽ നല്ല ജ്ഞാന. മോളെ, ആ ഖരഹര പ്രിയ ഒന്ന് പാടിക്കൊടുക്ക്. രാമനാഥൻ ഞെട്ടട്ടെ. ഞാൻ ഞെട്ടുന്നോന്നല്ലേ? അറിയില്ല. അറിയില്ലെന്നോ? ഗോപുവിനോ? കമോൺ മൈ ഗേൾ. സഗരി സരി ഗമ പദ നിദ മപദ പദ നിദ നി സരി ഗരി രി ഗമ രി ഗമ രി ഗരി മഗ സഗരി നിരി സ മഗരി സ നി ദ പ സ നി ദ പ മ ദ പ മഗരി സ നി സ നി തെറ്റി തെറ്റിപ്പോയി. കരഹരപ്രിയയില് കാകളി നിഷാദമല്ല, കോമൾ നിഷാദമാ. അതെ അതെ, തനിക്ക് ശാസ്ത്രീയ സംഗീതം അറിയോ? കുറേശ്ശെ. എന്നാ ഖരഹര പ്രിയ താരന്ന് പാടിയേ. രിഗമ രിഗമ രിഗരി മഗ സഗരി നിരിത മഗരി സ നിദപ സ നിദപ മദപ മഗരി സ നി സ നീരി സ സരിഗമ പമഗരി സരി ധന്നി സരിഗരി സ സരി രി ഗ ഗ മ മ പ ധ നി ധ ധനി സ സ സ നി സരി രി രി സരി ഗ ഗ ഗ നി സരി രി രി സരി ഗരി നി സരി ധ നി സരി സ ഗരി സരി ധ നി ധ നി ധ നി ധ പ നി ധ പ മ പ മ ഗരി സ ഗരി നി സരി ഗരി ഗ മ ഗ മ പ മ പ ധ പ ധ നി ധ നി ഗരി സ. കലക്കി. കളവക്കുറിയിട്ട മുറപ്പെണ്ണെ നിന്റെ കളിയും ചിരിയും ഇന്നെവിടെ പോ എവിടെ പോ. പെണ്ണിന് പൂത്താലം മകരത്തിൽ കുളിരും നാണം കുംഭത്തിൽ മംഗല്യമകം തൊഴണം പിന്നെ മീനത്തിൽ അവളുടെ താലികെട്ട് താലികെട്ട്. ധനുമാസ പെണ്ണിന് പൂത്താലം മകരത്തിൽ കുളിരും നാണം കുംഭത്തിൽ മംഗല്യമകം തൊഴണം പിന്നെ മീനത്തിൽ അവളുടെ താലികെട്ട് താലികെട്ട്. കണിവയ്ക്കും മേടം മിഴി പൊത്തി നിന്നെ കാണാനെന്നെ ഉണർത്തും ഉരുളിയും പൂവും പുടവയും പൊന്നും വാൽ കണ്ണാടിയും കാണും കവിതേ കവിതേ പൂക്കണി കൊന്നയായി നീ മുന്നിൽ ഉലകത്തിൽ മുങ്ങുമ്പോൾ ഞാൻ ഉണരും ധനുമാസ പെണ്ണിന് പൂത്താലം മകരത്തിൽ കുളിരും നാണം